പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ത്യകാല സംഭവങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി പിന്നെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇപ്പൊ രാത്രികാലം കർത്താവേ, ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിനോടനുബന്ധിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ നാഥ. ദൈവമേ, രാത്രികാലത്തെ ബൈബിൾ ക്ലാസ്സിനെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. അവിടുന്ന് സൂക്ഷിക്കുമാറാകണം, പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവ് ഞങ്ങളുടെ അധ്യാപകനെയായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാക്വറി സാറിനെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ്. രാത്രികാലത്തെ കർത്താവ് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ. അപ്പൊ ലാൽ സാറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഷാജി സാറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ബൈബിൾ ക്ലാസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഞങ്ങൾ എല്ലാ അധ്യാപകർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം പഠിപ്പിക്കുന്നതെല്ലാം കർത്താവെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാനും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും അനേകർക്ക് കർത്താവെ ആശ്വാസമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സകലത്തെയും നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇവിടുത്തെ പകൽക്കാലം അവിടുത്തെ രാത്രിയിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബ്, പാസ്റ്റർ ഷാജി ഡാനിയൽ, അതുപോലെ ഇവിടെ ഇപ്പോൾ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസരെ ഓർത്തിയും കർത്താവിനെ സ്തുതിക്കുന്നു, വന്ദനം നിങ്ങൾക്കറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ രാത്രി സമയമെടുത്ത് പഠിക്കുവാൻ വേണ്ടി വന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഈ ദാനിയേൽ പ്രവചനം നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. മിക്കവാറും 1, 2 അങ്ങേയറ്റം 3 ക്ലാസ്സുകൊണ്ട് നമ്മുടെ ദാനിയേൽ പ്രവചനം തീരും. പ്രൈസ് ഗാഡ്. വളരെ ദീർഘമായിട്ടല്ലെങ്കിലും ഒരു തിമാറ്റിക് അപ്രോച്ചിൽ ചില കാര്യങ്ങൾ എടുത്ത് പഠിപ്പിച്ച് ഇത്രയും വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ആത്മീയമായി ഒരു സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. ഇന്ന് രാത്രി നമ്മളുടെ വിഷയം ദാനിയേൽ പ്രവചനത്തിൻ്റെ ദാനിയേലിൻ്റെ ജനങ്ങളുടെ ആത്യന്തിക ഭാവി, വിദൂര ഭാവി കഴിഞ്ഞ് അതിലും അപ്പുറമായ ഭാവി, അതെന്താണ് അന്ത്യകാലത്ത് അവർക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 45 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വായിക്കാൻ വേണ്ടി ആദ്യമായിട്ട് അഞ്ജു സിസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്നാൽ വായിക്കുന്നതിന് മുമ്പേ അല്പം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഇത്രയും നാളും പഠിച്ച ഈ ദാനിയേൽ പ്രവചനത്തിൽ ഈ തെക്കേ രാജ്യത്തെ രാജാവും വടക്കേ രാജ്യത്തെ രാജാവും എന്ന വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 10-ാം അധ്യായത്തിൽ നിന്നും 11-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവസാനമായിട്ട് ഇത് അന്ന് ദാനിയേലിന് കൊടുത്തപ്പോൾ അത് ദാനിയേലിൻ്റെ ഭാവിയിലും വിദൂര ഭാവിയിലും ആത്യന്തിക ഭാവിയിലും സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു ദാനിയേലിനെ സംബന്ധിച്ചോളം.
എന്നാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ 2500 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അനേക കാര്യങ്ങൾ അന്ന് പറഞ്ഞ പ്രവചനം ഒരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രമാണിപ്പോൾ. അത് അക്ഷരികമായിട്ട് തന്നെ അതുപോലെ സംഭവിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവവചനത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് ദാനിയേലിൻ്റെ ജനത്തിൻ്റെ ആത്യന്തിക ഭാവിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും നമുക്ക് പഠിക്കാം. ഈ പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു, ഈ ദാനിയേലിൻ്റെ പ്രവചനം എഴുതിയിരിക്കുന്നത് ആദ്യമേ നെബൂഖദ്നേസർ രാജാവിന് വേണ്ടി കണ്ട ഒരു ദർശനത്തെക്കുറിച്ചാണ്. നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു ദർശനത്തെക്കുറിച്ച്, സ്വപ്നത്തെക്കുറിച്ച്, ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അതിൽ കൂടി ദൈവം നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തി, ദാനിയേൽ കൂടി വെളിപ്പെടുത്തി. രണ്ടാമതായിട്ട് ദാനിയേലിൻ്റെ ജനമായിരിക്കുന്ന യഹൂദനെ എന്ത് സംഭവിക്കുമെന്ന് 4 പ്രവചന വിഷയങ്ങളായിട്ട് 4 ദർശനങ്ങളിൽ കൂടി ദാനിയേലിന് കാണിച്ചു കൊടുത്തു. അത് ഞാൻ വീണ്ടും വിവരിക്കുന്നില്ല, നമ്മൾ പഠിച്ചതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ ആ ദർശനത്തിൽ വടക്കേ രാജാവും തെക്കേ രാജാവും എന്നുള്ള വിഷയത്തിൽ പഠിക്കുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന അന്തിക്രിസ്തു അത് വടക്കേ രാജ്യത്ത് നിന്ന് വരും എന്ന് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ കൂടി ദൈവം പ്രവചിച്ച പ്രവചന വിഷയമാണ്. അത് 70 വീക്സ് നമ്മൾ പഠിച്ചപ്പോൾ, 70-ാം ആഴ്ചവട്ടക്കാലം നമ്മൾ പഠിച്ചപ്പോൾ അത് കണ്ടു. കോലാടിൻ്റെയും ദർശനം കണ്ടപ്പോൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആ 4 മൃഗങ്ങളുടെ ദർശനം കണ്ടപ്പോൾ നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ ജനമായിരിക്കുന്ന യഹൂദന് എന്ത് സംഭവിക്കും, അവൻ്റെ അന്ത്യകാലത്ത്, ഈ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ഈ 4 ദർശനങ്ങൾ കൂടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതാണ് നമ്മുടെ വിഷയം. ദാനിയേലിൻ്റെ ജനമായിരിക്കുന്ന യഹൂദന് അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അത്രയും നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നമുക്ക് ഇനിയും ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന് 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കയാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്തൊരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ മേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി ഭാഗിച്ചു കൊടുക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു കടന്നുപോകും. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും. മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവന്റെ അനുചാരികൾ ആയിരിക്കും. എന്നാൽ കിഴക്കും നിന്നും വടക്കും നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
എങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ ആ പ്രവാസകാലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. അതിൽ ഈ 35-ാം വാക്യം വരെ യവന സാമ്രാജ്യം അവസാനിക്കുന്നത് വരെയുള്ള വാക്യങ്ങളാണ്. അതായത് പേർഷ്യ സാമ്രാജ്യം അവസാനിച്ച് അലക്സാണ്ടർ ദി ഗ്രേറ്റ് അതെടുത്ത് അദ്ദേഹത്തിൻ്റെ വലിയ പദവിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം 4ആയിട്ട് വിഭാഗിച്ചു. അദ്ദേഹം മരിച്ചുപോയി. 4ആയിട്ട് വിഭാഗിച്ചത് 4 ജനറൽസിന്. അതിൽ പിന്നീടായിട്ട് സെലൂസിഡ് ജനറലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ സെലൂസിഡ് ഡൈനസ്റ്റി, അതാണ് നോർത്തേൺ കിങ്ഡം. അതുപോലെ ഈജിപ്റ്റ് മുതലായ പ്രദേശങ്ങളിൽ ലഭിച്ച ടോളമി, അതാണ് സദേൺ കിങ്ഡം. അങ്ങനെയാണ് തെക്കേ രാജ്യവും വടക്കേ രാജ്യവും നമ്മൾ പറയുന്നത്. അത് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഈ യൗവന സാമ്രാജ്യത്തിലെ പ്രഗത്ഭരായ അനേക രാജാക്കന്മാർ വന്ന കൂട്ടത്തിൽ അവരിലെ അന്ത്യോക്യസ് എന്ന് പറയുന്ന ആ ഡൈനസ്റ്റി, ആ പാരമ്പര്യം, ആ രാജകുടുംബത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടാകുകയും അവനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്തു. അവൻ ഏറ്റവും ക്രൂരമായ ഒരു വ്യക്തിയായിരുന്നു. യഹൂദന്മാരുടെ ആലയം അവൻ നശിപ്പിച്ചു. അവിടെ അവൻ തന്നെ ഒരു യാഗം, അനേക പന്നികളെ, ദേവാലയം അശുദ്ധമാക്കുവാൻ വേണ്ടി പന്നികളെ അവിടെ ബലിയർപ്പിച്ചു. അങ്ങനെ മനുഷ്യരോട് യാതൊരുവിധമായ സ്നേഹവുമില്ലാതെ ക്രൂരമായി ജീവിച്ചൊരു വ്യക്തിയാണ്. തനിക്ക് ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ അവനെ വളരെ ശക്തിയോടെ തെക്കേ രാജ്യത്തെ ഈജിപ്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ റോമ സാമ്രാജ്യത്തിൽ ജനറൽ വന്ന് അവനെ എതിരിടുകയും ഇപ്പോൾ നീ മടങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞ പ്രകാരം അദ്ദേഹം പെട്ടെന്ന് അന്ത്യോക്യസ് എപ്പിഫാനസ് തിരിച്ചു പോവുകയും അതിനുശേഷമായിട്ട് മക്കാബി കുടുംബം വന്ന് ദേവാലയം പിടിച്ചെടുത്ത് അതിനെ വിശുദ്ധീകരിച്ച് എടുക്കുകയും ഇതെല്ലാം കേട്ട് താൻ പരവശനായി മടങ്ങിപ്പോയി. ആ മടക്കത്തിൽ വെച്ച് താൻ മരിച്ചുപോയി. ആരും ഒന്നും ചെയ്തിട്ടില്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അതൊരു അന്ന് ഒരു പ്രവചനമായിട്ട് പെട്ടെന്ന് ഇസ്രായേലിൻ്റെ ഭാവിക്ക് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പഠിച്ചു. എന്നാൽ അതിൽ കൂടി ദൈവം ഒരു പ്രാവചനിക വിഷയം, എസ്കറ്റോളജി കൂടി നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷയം തന്നെ അന്ത്യോക്യസ് എപ്പിഫാനസിന് ഒരു ടൈപ്പായിരുന്നു, ഒരു നിഴലായിരുന്നു. വരാനിരിക്കുന്ന അന്ത്യക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടാണ് ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ നമ്മൾ കാണുന്നത്. ഈ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ നിഴലായിരിക്കുന്ന അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ അതേ രീതിയിലുള്ള സ്വഭാവങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇദ്ദേഹം ആ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചല്ല ഈ 36 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അത് അന്ത്യകാലത്തെക്കുറിച്ചുള്ളതിന് ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം. അത് മുഖവരിയായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ നമ്മൾ ക്ലാസ്സിലേക്ക് അഗാധമായിട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ തെക്കും വടക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് കാണിക്കട്ടെ. ഇതാണ് ഇസ്രായേലിൻ്റെ മാപ്പ്. ഇസ്രായേലിനെ കുറിച്ച് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇസ്രായേൽ. നിങ്ങൾക്ക് എൻ്റെ ഈ കേഴ്സർ കാണാമെന്ന് വിചാരിക്കും. ഇതാണ് ഇസ്രായേൽ, ഈ ഓൾമോസ്റ്റ് ബ്രൗൺ കളറായിരിക്കുന്നത്. അതിൻ്റെ തെക്കും വടക്കും നമ്മളൊരു മാപ്പിനെ നോക്കുമ്പോൾ മാപ്പിൻ്റെ മോൾവശമാണ് വടക്കെന്ന് പറയുന്നത്. നമ്മളെ ഹിസ്റ്ററി പഠിപ്പിച്ചാണ് മാപ്പിൻ്റെ താഴ്വശമാണ് തെക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാപ്പിൽ ഇവിടെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ വടക്ക് എന്ന് പറയുന്നത്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ് ഇസ്രായേലിൻ്റെ വടക്കേ രാജ്യം എന്ന് പറയുന്നത്? സിറിയ. ഇതാണ് ഇസ്രായേലിൻ്റെ വടക്കേ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അന്ത്യോക്യസ് എപ്പിഫാനസ് ഭരിച്ച സമയത്ത് ഇന്നത്തെ ടർക്കി, സിറിയ, ഇറാഖ് ഈ പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ എല്ലാം കൂടെ കൂട്ടി ഈ നോർത്തേൺ കിങ്ഡം എന്ന് നമുക്ക് ഈ ബൈബിൾ കാണാൻ സാധിക്കും. ഇതാണ് നോർത്തേൺ കിങ്ഡം. പ്രത്യേകമായിട്ട് ഈ സിറിയ ആണ് അന്ന് പ്രധാനമായിട്ട് യഥാർത്ഥ നോർത്തിൽ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കണം. വടക്കേ രാജ്യം എന്ന് പറയുമ്പോൾ ഇതാണ് വടക്കേ രാജ്യമായി അന്ന് നമ്മൾ കാണുന്നത്.
തെക്കേ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഈജിപ്റ്റ്. ഇവിടെ കാണാൻ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കും. ഞാൻ പറഞ്ഞല്ലോ ബൈബിളിൽ തെക്കും വടക്കും കിഴക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്രായേലിൻ്റെ എവിടാണെന്നനുസരിച്ചാണ്, ഇസ്രായേലിനെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഈജിപ്റ്റ് ഇതാണ് തെക്കേ രാജ്യം. അപ്പോൾ ഇത് വടക്കും ഇത് തെക്കും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വടക്കും തെക്കും നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരാശയം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് കാണിക്കുക. അന്നത്തെ ഈ പ്രവചനം എഴുതിയപ്പോൾ ഉള്ള ഇസ്രായേലും ഇന്നത്തെ അതിൻ്റെ ജോഗ്രഫിയും കൂടെ ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അന്നത്തെ രാജ്യമാണ് ഇവിടെ ഇസ്രായേലെ ഇവിടെ കാണാൻ സാധിക്കും. റൈറ്റ് ഹിയർ, ഇതാണ് കേനൻ, ഈ സ്ഥലം, ഇത് ജെറുസലേം, ഹെബ്രോൻ, ജെറുസലേം ഇതാണ്. ഇതിൻ്റെ തെക്കാണ് ഇവിടെ നമുക്ക് ഈജിപ്റ്റ് കാണാൻ സാധിക്കും. വടക്കായിട്ട് നോക്കിയാൽ ഇവിടെ ഈ സിറിയ, ഈ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ടാണ് അമ്മോൻ, മോവാബ്, ഈഡം. ഈ മൂന്ന് രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ജോർഡൻ എന്ന് പറയുന്ന രാജ്യമാണ് ആ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മൾ ഈ പല തെക്ക് വടക്ക് അമ്മോൻ എന്നൊക്കെ പറയുമ്പോൾ ഇതെവിടാണ് എന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ആമൻ, മോവാബ്, ഈഡം, ഇത് നമ്മുടെ ഇന്നത്തെ പഠനത്തിൽ ഒരു വിഷയമാണ് ഇത്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഈ തെക്ക് ഭാഗമായിട്ട്, കിഴക്ക് ഭാഗമായിട്ട്, വെസ്റ്റ് ആയിട്ട് നമുക്ക് ഈസ്റ്റായിട്ട് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനുശേഷം ഒന്ന് രണ്ട് മാപ്പും കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. പുരാതന സെലൂക്കസ് യുഗത്തിൽ നിന്ന് മനുഷ്യ ചരിത്രത്തിൻ്റെ അവസാനം വരെയുള്ള ഒരു വലിയ പ്രവചന സമയ കുതിപ്പിനെയാണ് 36-ാം വാക്യം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇനിയും ഉണ്ട് അല്പസമയം കൂടെ കർത്താവായ യേശുക്രിസ്തു വരാനും ഈ കാര്യങ്ങൾ സംഭവിക്കാനൊക്കെയും ഒരു BC 164, 170 നടന്ന സംഭവങ്ങളിൽ നിന്ന് ഒരു വലിയ കുതിപ്പാണ് ഭാവിയെക്കുറിച്ചുള്ള ഈ 36-ാം വാക്യം. വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴലായി അന്ത്യോക്യസ് 4-ാമൻ എപ്പിഫാനസിനെ നമ്മൾ കണ്ടു. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ രാജാവ് എന്നത് ഭാവിയിലെ ഒരു ആഗോള സ്വേച്ഛാധിപതിയാണ്. ദാനിയേൽ 7-ലെ എതിർ ക്രിസ്തു, അല്ലെങ്കിൽ ആ ചെറിയ കൊമ്പ്. അപ്പോൾ ഈ രാജാവെന്ന് നമ്മൾ 36-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച രാജാവ്, അവിടെ വായിച്ച 36 നമ്മൾ വായിച്ചത് രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആ രാജാവെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് മാത്രമല്ല, ഇനിയും വരാനിരിക്കുന്ന മ്ലേച്ഛമായ ഈ അന്ത്യക്രിസ്തു എന്ന് പറയുന്ന രാജാവിനെയാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ആ രാജാവിനെ കുറിച്ചാണ് ദാനിയേൽ പ്രവചനം 7-ലെ എതിർ ക്രിസ്തു, അല്ലെങ്കിൽ ചെറിയ കൊമ്പ്. 36-ാം വാക്യത്തിൽ അവൻ എല്ലാ ദൈവങ്ങൾക്കും മീതെ തന്നെ ഉയർത്തും, സ്ത്രീകളെയോ അവരുടെ ആവശ്യങ്ങളെയോ ബഹുമാനിക്കാത്ത ഒരാൾ. ഇതാണ് ഈ അന്ത്യക്രിസ്തുവിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ 37-ാം വാക്യം വായിക്കുമ്പോൾ അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കാൻ തൻ്റെ പിതാക്കന്മാർ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും അവൻ കൂട്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവങ്ങളെയും അവൻ കൂട്ടാക്കാത്ത മനുഷ്യനാണ്. അടുത്ത വായിക്കുമ്പോൾ അതിന് പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. 39-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ ഒരു അന്യദേവൻ്റെ ജനത്തെ കോട്ടകളുടെ ഗോത്രങ്ങളിൽ ആക്കി വയ്ക്കും. 40-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അന്ത്യകാലത്തെ തെക്കേ ദേശത്തെ രാജാവ് അവനോട് എതിർക്കും. ഇതാണ് നമ്മുടെ ക്ലൂ. പിന്നെ അന്ത്യകാലത്ത്, ഇത്രയും 35 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചല്ല, ആ സമയം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇവിടെ ദൈവം ദാനിയേലിനെ സംസാരിക്കുമ്പോൾ ദാനിയേലെ പിന്നെ അന്ത്യകാലത്ത് എന്നാണ്. ആ അന്ത്യകാലം എന്ന് പറയുന്നതാണ് ഈ 70 ആഴ്ചവട്ടക്കാലത്തിൽ നമ്മൾ പഠിച്ച 70-ാമത്തെ ആഴ്ചവട്ടക്കാലം. നമ്മൾ 69 വരെ പഠിച്ചു, അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടായി. അതെന്താണ്, ഇനി 70-ാമത്തെ ആഴ്ചവട്ടക്കാലം എന്താകുമെന്ന് നമ്മൾ
70 ആഴ്ചവട്ടങ്ങളുടെ കാര്യത്തിൽ പഠിച്ചു. ആ 70ാമത്തെ ആഴ്ചവട്ടത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. നിങ്ങൾ കണ്ടല്ലോ, തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറയുന്നത് ഈ ഈജിപ്തിലെ, ഈ മിസ്രൈമിലെ ഈ രാജാവ് ഇവിടെ അവനോട് എതിർത്ത് നിൽക്കും. ഇവിടെയാണ് ഈ നോർത്തിലെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം. വടക്കേ രാജ്യത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും, അവൻ്റെ ദേശത്തിലേക്ക് വന്ന് കവിഞ്ഞ് കടക്കും. അപ്പോൾ ഈ നോർത്ത് വടക്കേ രാജാവ് വരുന്നതൊക്കെ ഇതുവഴിയാണ്, ഈ ഇസ്രായേലിൽ കൂടെയാണ് വരുന്നത്. അവൻ്റെ കാൽ സേന, മറ്റുള്ള കപ്പലുകളെല്ലാം ഈ മെഡിറ്ററേനിയൻ സിറ്റിയിൽ കൂടെ വന്ന് ഈ തെക്കേ ദേശത്തേക്ക് വരും. ഇതാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സേനയുമായിട്ടാണ് ഈ വടക്കേ രാജ്യത്തിലെ രാജാവ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഇവിടെ എല്ലാം കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ വരും. 41 വായിക്കുമ്പോൾ അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. ഇവിടെ മനോഹര ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യമാണ് മനോഹര ദേശം. പ്രൈസ് ദി ലോർഡ്. ഇമ്പദേശം, അല്ലെങ്കിൽ ദ പ്ലസന്റ് ലാൻഡ്. ആ പ്ലസന്റ് ലാൻഡ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള. അപ്പോൾ അവൻ ഇസ്രായേലിനെയും കൂടി കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. 10,000 പേർ ഇടറി വീഴും, എങ്കിലും ഏദോമും മോവാബും അമ്മോന്യരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അത് ഞാൻ കാണിച്ചു നിങ്ങളോട്. ഇവിടെ ഈ വരുമ്പോൾ ഇവിടുന്ന് ഈ ഇസ്രായേൽ കൂടി കടന്ന് ഇങ്ങനെ ഈജിപ്തിലോട്ട് വരുമ്പോൾ ഈ 3 രാജ്യങ്ങൾ, അവൻ ഈ പ്രദേശം മുഴുവനും കടന്നാണ് വരുന്നത്. എന്നാൽ ഈ 3 രാജ്യങ്ങൾ, ആമൻ, മോവാബ്, ഈഡോൺ, ഇത് ലോത്തിൻ്റെയും പിന്നെ ഈസോയുടെയും അവരുടെ സ്ഥലങ്ങളാണ് ഇത്. അത് ഈ 3 സ്ഥലങ്ങൾ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവിടെ അവൻ പോകത്തില്ല. അതിന് കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പിന്നെ കാര്യം ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട്, അഭിപ്രായമായിട്ട് ഞാൻ പിന്നെ പറയാം. നമ്മൾ ഈ തുടർന്ന് വാക്യം വായിക്കുമ്പോൾ മിസ്രൈമിലും അവൻ ദേശങ്ങൾ, എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈ നീട്ടും, മിസ്രൈമും ഒഴിഞ്ഞു പോകുകയില്ല. മിസ്രൈം എന്ന് പറയുന്ന ഈജിപ്റ്റും ഒഴിഞ്ഞു പോകത്തില്ല. പിന്നെ അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളും മിസ്രൈമിലെ മനോഹര വസ്തുക്കളൊക്കെയും കൈവശമാക്കും. ലിബിയരും കൂശ്യരും അവൻ്റെ അനുചാരികളായി മാറും. ഞാൻ അതും കൂടെ കാണിക്കാം. എവിടാണ് ലിബിയരും കൂശ്യരും എന്നുള്ളതും കൂടെ. ഇവിടെ നോക്കുക. ഇവിടെ നോക്കിയാൽ ഇതാണ് ഇസ്രായേൽ, ഈ ചെറിയ രാജ്യം. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ചെറിയൊരു രാജ്യമാണ്. ഇതാണ് നോർത്തിലെ രാജാവ്. ഈ സിറിയ, ഇറാഖ്, ടർക്കി, ഈ പ്രദേശങ്ങളൊക്കെ ആയിരുന്നു വടക്കേ ദേശത്തിലെ രാജാവ്. അവൻ മനോഹര ദേശമായിരിക്കുന്ന ഇസ്രായേൽ കൂടി കടന്നു വന്ന് മിസ്രൈമും അവൻ വരും. അതിൻ്റെ കൂടെ തന്നെ ലിബിയ, ഇതാണ് ലിബിയ. അതിനിവിടെ പറഞ്ഞേക്കുന്നത്, മലയാളത്തിൽ പറഞ്ഞേക്കുന്നതിന് മേശിയോട് ലിബിയരും കൂശ്യരെന്ന് പറയുന്നതാണ് ഈത്യോപ്യൻസ് ആൻഡ് ലിബിയ. ഇവൻ പറയുന്നത് കേട്ട് അവനോട് കൂടെ ചേരുമെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലിബിയരും കൂശ്യരും അവൻ്റെ അനുചാരികൾ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും എന്ന് പറഞ്ഞാൽ ഇതാണ് വടക്ക് എന്നുള്ള ഒരു സംഭവം. എന്താണെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. എന്നാൽ കിഴക്ക് നിന്ന് ഇവിടെ നിന്നും, അപ്പോൾ ഈസ്റ്റേൺ ആർമി, നോർത്തേൺ ആർമി, ഇതൊക്കെ നമുക്ക് പിന്നീട് ഇസക്കിയൽ പലതും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. എന്തോ ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തുള്ള രാജ്യങ്ങൾ ഇവനെ ആക്രമിക്കാൻ വരുന്നു എന്ന ഒരു വർത്തമാനം കേട്ട് താൻ പരവശനാകും. കിഴക്കുനിന്നും വടക്കുനിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെ നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. പ്രൈസ് ദി ലോർഡ്. ഹി വിൽ പുട്ട് ഹിസ് ഡ്വെല്ലിംഗ്, ഹിസ് ലിവിങ് ബിറ്റ്വീൻ ദി സീസ്.
ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവൻ സമുദ്രങ്ങൾക്കും മഹത്വമുള്ള പർവ്വതത്തിനും. ഇവിടെ സമുദ്രം എന്ന് പറയുമ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടാണ് അവൻ്റെ ഈ ആസ്ഥാനം സ്ഥാപിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നോർത്ത് എന്ന് പറയുന്നത് ഇവിടാണ്, ഈജിപ്റ്റ് ഇവിടാണ്, ജോർഡന്, ഇന്ന് അമ്മോൻ, മോവാബ് എന്നെല്ലാം പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവൻ തിരിച്ച് ഈ നോർത്തിൽ നിന്നും ഈ വടക്ക് നിന്നും തെക്ക് നിന്നും ഉള്ള എന്തോ ഒരു ആർമി ഇവനെ നശിപ്പിക്കാൻ വരുന്നു എന്നുള്ള വിഷയം കേട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് വലിയ ക്രോധത്തോടെ പോയി അനേകായിരങ്ങളെ നശിപ്പിച്ച് അവസാനം ദൈവത്തിന് വചനത്തിൽ പറയുന്നത് അവൻ മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ സമുദ്രങ്ങൾക്കും എന്നാണ് പറയുന്നത്, ബിറ്റ്വീൻ ദ സീസ് ആൻഡ് ദ ഹോളി മൗണ്ടൻ, സമുദ്രങ്ങൾക്കും വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സമുദ്രം, മെഡിറ്ററേനിയൻ സീ. മറ്റേ സമുദ്രം എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഡെഡ് സീ. ഇതാണ് ചാവുകടൽ. ചാവുകടലും മെഡിറ്ററേനിയൻ സീയും ഈ വലിയ കടലും എന്നാണ് മലയാളത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് കടലുകൾക്ക് ഇടയിലായിട്ട് ഈ കടലിനും ഇടയിലായിട്ട് അവൻ മലയാളത്തിൽ എന്താ പറയുന്നത്, ഒരു മിനിറ്റ്, മഹത്വമുള്ള വിശുദ്ധ പർവ്വതം. അതെന്ന് പറയുന്നത് ഈ യെരുശലേമാണ്. അവിടെ മഹത്വമുള്ള വിശുദ്ധ പർവ്വതം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോണം. അപ്പം പറയുന്നത് ഈ സമുദ്രത്തിനും ഇടയ്ക്കായിട്ട് മഹത്വമുള്ള വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് ഇവിടെ യെരുശലേം. അപ്പോൾ യെരുശലേമിലാണ് ഇവൻ അവസാനമായിട്ട് അവൻ്റെ താവളം ആക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ വെച്ചൊരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും, അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്തിക്രിസ്തുവിൻ്റെ അവസാനമെന്ന്. അവൻ്റെ സ്വഭാവം, അവൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ആരും ഒന്നും ചെയ്തിട്ടല്ല. അന്ത്യോക്യസ് എപ്പിഫാനസ് മരിച്ചതുപോലെ തന്നെ അവൻ്റെ ആരും ഈ ലോകത്തിൽ അവനെ കൊല്ലുന്നതല്ല. എന്നാൽ ദൈവകരം അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത അധ്യായത്തിൽ വെളിപ്പെടുമ്പോൾ അവൻ അവിടെ നശിക്കും, അന്തിക്രിസ്തു നശിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് മാപ്പിൽ കൂടി നിങ്ങളോട് കാണിച്ചുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിൽ 40-ാം വാക്യത്തിൽ ഭാവിയിൽ പുനർജീവിക്കപ്പെട്ട ഒരു തെക്കൻ ശക്തി ആഗോള സ്വേച്ഛാധിപതിയായ ഈ നോർത്തേൺ രാജ്യത്തെ, വടക്കേ രാജ്യത്തെ ആക്രമിക്കുന്നു. ഇതിൻ്റെ കുറിവാക്യം 40-ാമത്തെ വാക്യമാണ്, അന്ത്യകാലത്ത്. അതുകൊണ്ടാണ് ഈ ഭാഗം അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചുള്ള അതേ കൂട്ടത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിലും വരാനിരിക്കുന്ന അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ 11-40. എതിർ ക്രിസ്തു അവരെ പരാജയപ്പെടുത്തുന്നു. അത് 11-41-43 വാക്യങ്ങൾ. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യരും അവരുടെ ശ്രേഷ്ഠന്മാർ അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. നമ്മൾ പഠിച്ചു. അതിൻ്റെ കീപ് ദാറ്റ് തോട്ട് ഇൻ യു. ഐ വിൽ കം ബാക്ക് ടു യു ദാറ്റ് ആൻഡ് സേ വാട്ട് ദാറ്റ് ഈസ്. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവേശനാകും. സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും, യെരുശലേമിനെ തൻ്റെ ആസ്ഥാനമാകും. ഞാൻ പറഞ്ഞല്ലോ. ഒടുവിൽ മനുഷ്യ കൈകളില്ലാതെ ദിവ്യ ഇടപാടിലൂടെ അവൻ നശിക്കപ്പെടുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉയർന്നു നിന്ന ആ പ്രതിമയെ കൈ തൊടാതെ ഒരു കല്ല് വന്ന് ഇടിച്ച് സമ്പൂർണ്ണമായിട്ട് അതിനെ നശിപ്പിച്ച് അത് ചാരം പോലായി കാറ്റിൽ പറന്നു പോയതായിട്ട് നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 44-ാം വായിക്കുന്നു. ഇൻ ദ ഡേയ്സ് ഓഫ് ദിസ് കിങ്സ്, അവിടെയാണ് നമ്മളത് വായിച്ചത്. കൈ തൊടാതെ ഒരു കല്ല്, ആ കല്ലെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെയാണ് ഈ അന്ത്യക്രിസ്തുവിൻ്റെ അവസാനം. ഈ അന്ത്യോക്യസ് എപ്പിഫാനസ്, നിഴലായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് അതുപോലെ തന്നെ ആരും ഈ ലോകത്ത് ചെയ്യാതെ താൻ തന്നെ ഒരു മഹാവ്യാധി പിടിച്ച് മരിച്ചുപോയി. അതുപോലെ തന്നെ അന്ത്യക്രിസ്തു ഈ കല്ലാകുന്ന യുഗത്തിൻ്റെ പാറയായിരിക്കുന്ന ക്രിസ്തു വന്നിടിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് ഇവനെ നശിപ്പിക്കുന്നതെന്ന്
നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് ആരെങ്കിലും ദാനിയേൽ പറയുന്ന 2-ാം അധ്യായം 44-ാം വാക്യം 5 കഴിഞ്ഞിട്ട് ഈ ബിൻഷു ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയുമില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കും, എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും. മതി. താങ്ക് യു. അങ്ങനെ ഈ കല്ല് വന്ന് ഇടിച്ച് നശിപ്പിച്ച് എന്നേക്കുമായിട്ട് ലോകരാജ്യങ്ങളെ എല്ലാം അവസാനിപ്പിച്ച് ആ രാജ്യം, അങ്ങനെയുള്ള ആ രാജ്യം അവസാനിക്കാത്തൊരു രാജ്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ രാജ്യം വെളിപ്പെടുമെന്ന് നെബൂഖദ്നേസറിനെ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ ഇപ്പോൾ ദാനിയേലിനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദാനിയേലേ, ഈ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് നിന്റെ ജനം വളരെ കഷ്ടപ്പെടും, വളരെ പ്രയാസത്തിൽ കൂടെ പോകും. എന്നാൽ പ്രൈസ് ദി ലോർഡ്, എന്നാൽ അതിൻ്റെ അവസാനം വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കരം കൊണ്ട് തന്നെ ഈ അന്ത്യക്രിസ്തുവിൻ്റെ അവസാനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത ആള് എലിസബത്തോ ആരെങ്കിലും ഒരാള് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19 വാക്യം ഒന്ന് വായിച്ചു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. സിസ്റ്ററെ, ആ വാക്യം ഒന്നുകൂടെ നിർത്തി വായിച്ചാൽ. കുതിരപ്പുറത്തിരിക്കുന്നവനോടും കുതിരപ്പുറത്ത് ഇരിക്കുന്നവെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അവിടെ കാണിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും. ഇവിടെ ഈ മൃഗം എന്ന് പറയുന്നത് ഈ അന്ത്യക്രിസ്തുവാണ്, ബീസ്റ്റ്. അന്ത്യക്രിസ്തുവാണ് മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നു കൂടിയത് ഞാൻ കണ്ടു. ദാനിയേലാണ് പറയുന്നത്. ഞാൻ കണ്ടു. വായിച്ചാട്ടെ. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ച് കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അവിടെ ഇതാണ് അവന്റെ അന്ത്യം. അന്ത്യക്രിസ്തുവിന്റെ പ്രവാചകന്റെയും കള്ളപ്രവാചകന്റെയും അവസാനം എന്താണെന്ന് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അവസാനം, തൻ്റെ രണ്ടാമത്തെ വരവിൽ തന്നെ 2 ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആദ്യത്തെ ഭാഗം ദ കാച്ചിങ് അവേ ഓഫ് ദ ചർച്ച്, നമ്മുടെ സഭ എടുക്കപ്പെടുന്നു. അതല്ല, തൻ്റെ മഹൽ പ്രത്യക്ഷതയിൽ, തൻ്റെ ഗ്ലോറിയസ് അപ്പിയറിങ്, അത് 7 വർഷത്തെ ഈ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനം താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കുതിരപ്പുറത്തിരിക്കുന്ന തന്നെയും തൻ്റെ സൈന്യത്വവുമായിട്ട് യുദ്ധം ചെയ്യുവാൻ അന്ത്യക്രിസ്തുവും ഭൂലോക രാജാക്കന്മാരും കള്ളപ്രവാചകനും കൂടെ അടുത്തു വരുമ്പോൾ അവനെ ദൈവശക്തി കൊണ്ട് പിടിച്ച്, അവനെയും കള്ളപ്രവാചനെയും പിടിച്ച് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് എന്നേക്കുമായിട്ട് ഇടുന്ന അവൻ്റെ അന്ത്യമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിസ്റ്റർ, അടുത്ത വാക്യം വായിച്ചാട്ടെ. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. മതി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവരുടെ ഭൂലോക രാജാക്കന്മാരുടെയും അന്ത്യക്രിസ്തുവിന്റെയും അവസാനം. ദൈവജനത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഭൂലോക രാജാക്കന്മാരുടെയും അന്ത്യക്രിസ്തുവിന്റെയും അവസാനമാണ് നമ്മളെ ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കട്ടെ ഇനിയും എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്ന്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ 70-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ്, ആഴ്ചവട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. 69 ആഴ്ചവട്ടം കാലം കൊണ്ട് നമ്മുടെ ആഴ്ചവട്ടങ്ങൾ, 70 ആഴ്ചവട്ടങ്ങളുടെ ദർശനം നമ്മൾ പഠിച്ചപ്പോൾ 69 ആഴ്ചവട്ടം കാലം കൊണ്ട് യെരുശലേം പട്ടണം പണിതു, അതിൻ്റെ വീഥികൾ ശരിയാക്കി, കോട്ടകൾ പണിതു. അതിനുശേഷമായിട്ട് 69-ാം
ആഴ്ചയുടെ അവസാനം യേശു ക്രിസ്തു വന്നു, താൻ ക്രൂശിക്കപ്പെട്ടു, താൻ എടുക്കപ്പെട്ടു. അതിനുശേഷമുള്ള കാലയളവ് അവിടെ യെശയ്യാപ്രവചനം 61 അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി, കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമല്ല, അത് തൻ്റെ രണ്ടാമത്തെ വരവിലാണ് എന്ന് മനസ്സിലായി. ആ രണ്ടാമത്തെ വരവിൻ്റെ സമയത്തിന് മുമ്പ് അന്ത്യക്രിസ്തു ഒരാഴ്ചത്തേക്ക് 7 വർഷത്തേക്ക് ഇസ്രായേലുമായിട്ടൊരു ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടിയുടെ ആദ്യത്തെ 3.5 വർഷക്കാലം ഈ അന്ത്യക്രിസ്തു വളരെ നല്ലവനായിട്ടും മഹാനായിട്ടും എല്ലാവരോടും താല്പര്യമുള്ളവനായിട്ടും ആയിരിക്കുമെങ്കിലും ആ 7 ആഴ്ചവട്ടക്കാലത്തിൻ്റെ മധ്യത്തിൽ, 7 വർഷത്തിൻ്റെ മധ്യത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ചെയ്ത ഉടമ്പടികളെല്ലാം മാറ്റിക്കളയുകയും നമ്മളിപ്പോൾ വായിച്ചതുപോലെ സകലവിധമായ മ്ലേച്ഛതകളും മാലിന്യങ്ങളും എല്ലാം അവൻ ചെയ്യും. ആ മാലിന്യങ്ങൾ എല്ലാം ചെയ്ത്, മ്ലേച്ഛകളും ചെയ്ത് ക്രൂരമായ രീതിയിൽ ജീവിക്കുമ്പോൾ യഹൂദൻ്റെ കഷ്ടകാലത്തിൻ്റെ ഏറ്റവും മഹാപ്രളയത്തിൻ്റെ സമയമാണ്. ആ സമയം അവസാനമാകുമ്പോൾ യഹൂദൻ ദൈവത്തോട് നിലവിളിക്കും. കാരണം നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞത്, യഹൂദനും ദൈവവുമായിട്ടൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ ദൈവം യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാപം ചെയ്ത് അന്യദൈവങ്ങളെ ആരാധിച്ച് എന്നെ വിട്ടുപോയി ഞാൻ നിങ്ങളെ ഭൂലോകത്തിലെല്ലാം ചിതറിച്ച് നിങ്ങൾക്ക് കഷ്ടതകളും പ്രയാസങ്ങളൊക്കെയും വരുമ്പോൾ അന്ന് നിങ്ങൾ അനുതപിച്ച് എന്നോട് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഞാൻ ഓർക്കും, ഞാൻ നിങ്ങളെ വീണ്ടും രക്ഷിക്കും, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ള ആ ഉടമ്പടി ഇപ്പോഴും യഹൂദൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ അന്ത്യക്രിസ്തുവിൻ്റെ മഹാപ്രളയ സമയത്ത് അതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഇസ്രായേലിന് നിൽക്കാൻ വയ്യാതൊരു രീതിയാകുമ്പോഴത്തേക്ക് ഇസ്രായേൽ ദൈവത്തോട് വിളിക്കും, കർത്താവേ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവർ കരയുമ്പോൾ ആണ് കർത്താവായ യേശു ക്രിസ്തു യഹൂദൻ്റെ രാജാവായിട്ട് ആ ഗ്ലോറിയസ് അപ്പിയറിങ്ങിൽ താൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വരുന്ന സമയത്താണ്, ആ 7 വർഷത്തിൻ്റെ അവസാനമാണ് താൻ വരുന്നത്. ആ വരുന്ന സമയത്ത് തൻ്റെ വായിലെ ആ ഇരുവാൾ ആയിരിക്കുന്ന വചനം കൊണ്ട് ഇവരെ എല്ലാം നശിപ്പിക്കുകയും ആ മൃഗത്തെയും അന്ത്യക്രിസ്തുവിനെയും അവൻ്റെ കള്ളപ്രവാചകനെയും പിടിച്ച് തീ കത്തുന്ന ഗന്ധകം കത്തുന്ന ആ പൊയ്കയിലേക്ക് ഇടുകയും ചെയ്ത് അവൻ്റെ അവസാനമായി കാണിച്ചു. അത് അന്ത്യക്രിസ്തുവിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല, പിന്നെ എന്താണ് ഇവിടെ സംസാരിക്കുന്നത്? യഹൂദൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കും, യഹൂദൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്നാണ് ദാനിയേൽ കൂടി ദൈവം ഈ പ്രവചനത്തിൽ കൂടി വെളിപ്പെടുത്തിയത്. യഹൂദൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിക്കുന്ന ശത്രുക്കളെ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് യഹൂദനെ ഒരു നല്ല രാജ്യം ഉണ്ടാക്കി കൊടുക്കും എന്ന് യഹൂദൻ്റെ ഭാവിയെക്കുറിച്ച് ദാനിയേൽ ഹൃദയത്തിൽ ഭാരപ്പെട്ടപ്പോൾ, കർത്താവേ എൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാവിയെക്കുറിച്ച് പറഞ്ഞു. അതിവിദൂരമായ ഭാവിയിൽ എന്ത് സംഭവിക്കും, അത്യന്ത ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന ദൈവം കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഈ 4 ദർശനങ്ങളെക്കുറിച്ച് പെട്ടെന്നൊരു സമ്മറി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സമയം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം 10 രാജാക്കന്മാരുടെ കാലത്ത് യേശുവിൻ്റെ രാജ്യത്വം പ്രത്യക്ഷമാകുന്നു. 4 മൃഗങ്ങളെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ ദർശനം 10 രാജാക്കന്മാരിൽ 3 പേരെ നശിപ്പിക്കുന്ന അഹങ്കാരിയായ രാജാവിൻ്റെ, അതായത് അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ രാജ്യം പ്രത്യക്ഷമാകുമെന്ന് ആ ദർശനത്തിൽ കൂടി വെളിപ്പെടുത്തി. ആട്ടുകൊറ്റനെയും കോലാടിനെയും കുറിച്ചുള്ള ദർശനത്തിൽ കൂടി ഗ്രീക്ക് രാജ്യങ്ങളിൽ നിന്ന് അഹങ്കാരിയായ രാജാവ് എഴുന്നേൽക്കും. നമ്മൾ ആദ്യമേ നമുക്ക് എവിടെ നിന്നറിയുന്ന അറിയത്തില്ലായിരുന്നു. പിന്നീട് മനസ്സിലായി 10 രാജാക്കന്മാരാണെന്ന് മനസ്സിലായി. പിന്നീട് മനസ്സിലായി ആ 10 രാജാക്കന്മാരിൽ 3 പേരെ നശിപ്പിക്കുന്ന രാജാവാണ് അന്ത്യക്രിസ്തുവായിട്ട് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മേഡോ പേർഷ്യൻ രാജ്യവും യവന സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ മനസ്സിലായി. അങ്ങനെ ഗ്രീക്ക് രാജ്യങ്ങളിൽ നിന്ന് അഹങ്കാരിയായ ഒരു രാജാവ് വരുന്നുവെന്ന് ആട്ടുകൊറ്റിനെയും കോലാടിനെയും കുറിച്ചുള്ള ഇതിൽ നമുക്ക് മനസ്സിലായി. 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനത്തിൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. 70 ആഴ്ചവട്ടത്തിലാണ്, ആ സമയത്താണ് അന്ത്യക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് മനസ്സിലായി.
ഈ വടക്കേ ദേശത്തെ രാജാവിനെ കുറിച്ചും തെക്കേ ദേശത്തെ രാജാവിനെക്കുറിച്ചുള്ള ദർശനത്തിൽ അവൻ്റെ ഉത്ഭവം, അവൻ പ്രത്യക്ഷപ്പെടുന്ന സമയം, അവൻ്റെ സ്വഭാവം, അവൻ്റെ നാശം, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ദൈവം ദാനിയേലിനെ മനസ്സിലാക്കി കൊടുത്തു. അതാണ് ഇസ്രായേലിൻ്റെ ഈ ലോകരാജ്യങ്ങളുടെ അന്ത്യവും ഇസ്രായേലിൻ്റെ എന്നേക്കുമുള്ള ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതുമായ സമയമാണ് ഈ അന്ത്യക്രിസ്തുവിൻ്റെ മരണത്തോട്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മൾ ബൈബിൾ വായിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവചന വിഷയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരാൻ പോകും. ഇത് ഞാൻ ഒരു മിനിറ്റ് നിർത്തിയിട്ട് എല്ലാവരും ഒന്ന് ചോദിക്കട്ടെ, ഈ മനസ്സിലായവരൊക്കെ അത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ വീണ്ടും മനസ്സിലാക്കി. നിങ്ങളെ പ്രയാസപ്പെടേണ്ട. ഇത് അനേക പ്രാവശ്യങ്ങൾ നിങ്ങൾ ഈ ഭാഗങ്ങൾ എടുത്ത് വായിച്ചാലേ ഇത് എല്ലാം മനസ്സിലാകത്തുള്ളൂ. സോ ഡോണ്ട് വറി. നിങ്ങൾ പലരും എനിക്ക് എഴുതുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, എല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ എഴുതുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പഠിക്കുന്നു. എന്നാൽ ഈ രീതിയിലുള്ള പ്രവചന വിഷയങ്ങളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് പഠിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. അനേക പ്രാവശ്യങ്ങൾ അത് വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഈ പഠിച്ചതിൻ്റെ എല്ലാം ഉദ്ദേശത്തിൻ്റെ ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ ഭാവി എന്താണ്, യഹൂദൻ്റെ ഭാവി എന്താണെന്ന് ഉള്ള വിഷയമാണ് ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലാണ് ലോകത്തിൻ്റെ സൈൻ. ദൈവം ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സൈൻ, ഒരു സൈൻ എന്നുള്ള മലയാളം ഒന്നും എനിക്ക് അതിൻ്റെ ഒരു സൈനാണ് ഈ ഇസ്രായേൽ എന്ത് സംഭവിക്കും നോക്കുമ്പോൾ നമുക്കറിയാം ലോകത്തിന് എന്ത് സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അമിത് വായിച്ചാട്ടെ. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഒന്ന് നിർത്തിക്ക്. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ എന്നാണ് അന്നെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ആദ്യം നിർത്തി വായിച്ചാട്ടെ. ആ കാലത്ത് നിർത്തി. ആ കാലം എന്ന് പറയുന്നത് ഏത് കാലമാ? അന്ത്യക്രിസ്തു നശിച്ച കാലം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ വചനപ്രകാരം പറഞ്ഞാൽ 70-ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ അവസാനം. അതാണ് ആ കാലം. ആ കാലത്ത് എന്ന് പറയുന്നത്, അന്ത്യകാലം എന്ന് പറയുന്നത് ആ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ അന്ത്യത്തിൽ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സമയമാകുമ്പോൾ, അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനമാകുമ്പോൾ എന്തോ സംഭവിക്കും? നിന്റെ സ്വജാതിക്കാർക്ക് തണല് നിൽക്കുന്ന തണല് നിൽക്കുന്ന മതി. നിങ്ങള് 10-ാം അധ്യായത്തിൻ്റെ അവസാനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ ഗബ്രിയേല് ദാനിയേലിനോട് പറയുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ പ്രഭുവായിരിക്കുന്നവൻ മീഖായേലാണ്. ഈ കഷ്ടതയുടെ മധ്യത്തിൽ യഹൂദൻ ദൈവത്തോട് കരഞ്ഞു വിളിക്കുമ്പോൾ ഈ മീഖായേൽ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് നിന്റെ ജാതിക്ക്, നിന്റെ സ്വജാതിക്കാർക്ക് തുണയായിരിക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. ഒന്ന് നിർത്തിക്കാട്ട്. നമ്മള് ഇസ്രായേലിന് സംഭവിച്ച അനവധിയായ കഷ്ടതകളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹോളോകോസ്റ്റ്, ഹിറ്റ്ലറിന്റെ കാലത്ത് മില്യൺസ് ഓഫ് ആൾക്കാരെ കൊന്നാരും വായിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പൈതലായി കേൾക്കണം, ഇന്ന് രാത്രി ഈ വിഷയം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തോണം. അവിടെ എഴുതിയിരിക്കുന്നതാണ്, ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതാണ് യാക്കോബിൻ്റെ ട്രബിൾ എന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം.
ഇതേവരെ നമ്മൾ ഇത്ര നാളും ഇസ്രായേലിലെ പെർസിക്യൂഷനൊക്കെ കണ്ടെങ്കിലും ഇതേ നാൾ വരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ ഒരു പ്രതിസന്ധിയും ആ പ്രയാസവും ഇസ്രായേലിന് വരുമെന്ന് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ കഷ്ടത തീർന്നിട്ടില്ല. അവരുടെ കഷ്ടതയുടെ ഒരു വലിയ ആരംഭമായിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ 70-ാം അധ്യായത്തിൻ്റെ ആദ്യം തുടങ്ങുമ്പോൾ. പ്രൈസ് ലോർഡ്. വായിച്ചാൽ ഉണ്ടാകും. അതിനുശേഷം അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അന്ന് നിന്റെ ജനം, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിന്റെ ജനം എല്ലാവരും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, സഭയുടെ എടുപ്പ് എന്ന് പറയുന്നത് ഈ 7 വർഷത്തിന് മുമ്പാണ്. പ്രൈസ് ദി ലോർഡ്. ആ 7 വർഷത്തിന് ശേഷം അന്ന് പുസ്തകത്തിൽ പേരെഴുതിപ്പോൾ കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതത്തിൻ്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ കർത്താവ് നിദ്ര പ്രാപിച്ചവർ ആദ്യമേ എഴുന്നേൽക്കുമെന്ന് ഫസ്റ്റ് തെസ്സലോനിയൻസ് അതിൻ്റെ 4-ാം അധ്യായത്തിൽ. അതിനുശേഷം അന്ന് ജീവനോടിരിക്കുന്ന നാമം എടുക്കപ്പെടും. അങ്ങനെ നമ്മൾ 2 കൂട്ടരും ഒരുമിച്ച് എന്ന് കർത്താവുമായിട്ട് മധ്യാകാശത്തിൽ ബന്ധപ്പെടുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ലോർഡ്. അതിനുശേഷമാണ് 7 വർഷം കഴിഞ്ഞിട്ടാണ് കർത്താവിൽ ദൈവത്തിൽ മരിച്ച യഹൂദൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്. നമ്മുടെ കൂടെ അല്ല അവർ ഉയർക്കുന്നത്. യഹൂദൻ ഉയർക്കുന്നത് ഇതിൻ്റെ അവസാനമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ്റെ ജനം, അന്ന് നിന്റെ ജനം, നിന്റെ ജനം എന്ന് പറയുന്നത് നമ്മളല്ല. പ്രൈസ് ലോർഡ്. ദാനിയേലിൻ്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനിയും വായിച്ച 2-3 കൂടെ വായിച്ച. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. ഈ ഉയർച്ചയിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് അന്ന് തന്നെ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ ദൈവം കാണിച്ചു കൊടുത്തു. ഉയർക്കുന്നവരെല്ലാവരും രക്ഷയിലേക്ക് പോകത്തില്ല. പിന്നെയോ ഉയർക്കുന്നവരിൽ ആരാ പോകുന്നത്? ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിരുന്നു. പറഞ്ഞാൽ അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ അതിൽ പുസ്തകത്തിൽ പേരെഴുതിക്കുന്നവരെ എഴുന്നേൽക്കും. അതിൽ ചിലരെ നിത്യജീവനായിട്ടും ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗവും പാതാളവും 2 വിഷയങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. വായിച്ചാൽ സിസ്റ്റർ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. മതി. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. മതി. പ്രൈസ് ദി ലോർഡ്. എന്നാണ് നമ്മുടെ വിഷയം? യഹൂദന്റെ അവസാനം എന്താണ്? യഹൂദന്റെ ഭാവി എന്താണ്? അന്ന് തന്റെ ജനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് അതിൻ്റെ 5-6 വാക്യങ്ങൾ സൃഷ്ടി വായിച്ചാട്ടെ. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. എപ്പോഴാണ് ഈ ഇസ്രായേലിന്റെ പുനരുത്ഥാനം, ഇസ്രായേലിന്റെ ഉയർപ്പ്, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ആ പുരുഷനായ ഏഞ്ചലിനോട് സംസാരിച്ചപ്പോൾ എന്താണ് അതിന്റെ മറുപടി? ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. നിർത്തി വായിക്കണം. ഇനിയുള്ള ഭാഗം നിർത്തി വായിച്ചേ. ഇതാണ് എന്താണ് ഈ സംഭവങ്ങൾ, ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ എന്ന് ചോദിച്ചതിന്റെ മറുപടിയാണ് ഈ ദൂതൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന്. ഇനി നിർത്തി വായിച്ചിട്ട് ഇനി കാലവും കാലങ്ങളും. ഓക്കെ, നിർത്തിക്ക. ഇനി കാലം, എല്ലാരും പറഞ്ഞാൽ കാലം, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യേണ്ട. ഇനി കാലം, പിന്നെന്തുവാ? കാലങ്ങൾ, പിന്നെന്തുവാണ്? കാലാർത്ഥവും. അപ്പോൾ ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെയ്യും. അപ്പോഴാണ് വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്തതിന് ശേഷം
ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നു എന്ന് സത്യം ചെയ്ത് ഞാൻ കേട്ടു. അപ്പം ദൂതനോട് ചോദിച്ചു, ഈ അത്ഭുതങ്ങളൊക്കെ എന്നാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞത്, കാലവും കാലങ്ങളും കാലാർത്ഥം. അതെന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. കാലവും കാലങ്ങളും കാലാർത്ഥവും. ഇതാണ് ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഇതനുസരിച്ച് ഒരു വർഷം. കാലം ഈക്വൽസ് 1 ഇയർ. ഓക്കെ. കാലങ്ങൾ, രണ്ടാമത്തെ വാക്ക് പറഞ്ഞ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കാലം എന്ന് പറഞ്ഞാൽ 2 വർഷം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാലാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പകുതി, ഹാഫ് ആൻ ഇയർ. അപ്പോൾ ഇവിടെ ദൂതനോട് ചോദിച്ചു എപ്പോഴാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ താൻ 2 കാര്യങ്ങൾ, ഒന്നൊരു ഡേറ്റ് കൊടുത്തു. ഡേറ്റ് എന്നാണ് പറഞ്ഞത്? 1 വർഷം, 2 വർഷം, അര വർഷം. ദൂതൻ്റെ ഭാഷയായിട്ടോ, നമ്മുടെ ഭാഷയായിട്ട്. നമ്മളായിരുന്നു ഇങ്ങനെ പറയത്തില്ല. നമ്മളായിരുന്നു പറഞ്ഞേ അതാ 3 ഇത് കൂടി വെക്കുമ്പോൾ എത്ര വർഷമുണ്ട്? ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ 1 വർഷം, 2 വർഷം, അര വർഷം എന്ന് പറയുമ്പോൾ എത്ര വർഷമുണ്ട്? 3.5 വർഷം. 3.5 വർഷം. 3.5 വർഷത്തെ 360 ദിവസം കൊണ്ട് ഗുണിച്ചാൽ എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ? 1260. 1200. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. 1260 ദിവസം. പ്രൈസ് ദി ലോർഡ്. അതിപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഞാൻ അത് പിന്നെ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ദൂതനോട് ചോദിച്ചപ്പോൾ ഇവിടെ 2 കാര്യം പറഞ്ഞു. എപ്പോഴാണ് ഈ സംഭവങ്ങൾ ഇസ്രായേലിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് 3.5 വർഷക്കാലം സംഭവിക്കും. അതിന് വേറൊരു ഇതും കൂടെ കൊടുത്തു, വേറൊരു മറുപടിയും കൂടെ കൊടുത്തു. അതാണ് അതിൻ്റെ 6-ാം വാക്യത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവൻ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകും എന്ന് പറഞ്ഞു. വിശുദ്ധ ജനം എന്ന് പറയുന്നത് അവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിന്റെ ബലം എന്ന് പറഞ്ഞാൽ ഈ അന്ത്യക്രിസ്തു വന്ന് ഇസ്രായേലിനെ സമ്പൂർണ്ണമല്ല, ഇസ്രായേലിനെ മഹാ ഉപദ്രവത്തിൽ കൂടി അവരെ നശിപ്പിക്കാനുള്ള അവരുടെ ബലം മുഴുവൻ നശിച്ചു കഴിയുമ്പോഴാണ് ഇസ്രായേലെ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുന്നത്. ഞാൻ നിങ്ങൾക്ക് റോമാലേഖനം 11-ാം അധ്യായത്തിൽ കാണിച്ചു തന്നല്ലോ. Blindness in part has happened to Israel until the fullness of the Gentiles has come into the kingdom of God. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് താൽക്കാലികമായി സംഭവിച്ചിരിക്കുന്ന ഒരു പ്രയാസമാണിത്. എന്നാൽ അന്ന് സിയോനിൽ നിന്ന് രക്ഷകൻ വരും. അത് ഈ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ബലം തീർന്നു കഴിയുമ്പോൾ തൻ്റെ ബലം, ഇപ്പോഴൊക്കെ ഇസ്രായേലിന് ഭയങ്കര ബലം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ലോക രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഭയങ്കര ഫയർ പവർ, ഭയങ്കര ഇൻ്റലിജൻസ് എല്ലാം ഉണ്ട്. എന്നാൽ ഈ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് ഇവരുടെ ബലം ക്ഷയിച്ച് അവരൊന്നുമില്ലാതായിത്തീരുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കും, അവർ യഹോവയെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ, യേശുവിനെ അയക്കണമേ എന്ന്, അവർ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ അയക്കണമെന്ന് കരഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഇവിടെ 7-ാം വാക്യത്തിൻ്റെ അന്ത്യഭാഗം നമ്മൾ കേട്ടത്. അവൻ വിസർജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ആ അവസാനം എന്ന് പറയുന്നത് അവസാനത്തെ ആഴ്ചവട്ടമായിരിക്കാവുന്ന 7 വർഷം. അതിൻ്റെ ആരംഭത്തിലെ 3.5 വർഷക്കാലം താൻ ഇസ്രായേലും മറ്റുള്ള ലോകരാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ കഴിയും. 3.5 വർഷത്തിൻ്റെ അവസാനം അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്തതുപോലെ തന്നെ താൻ ചെയ്യും. താൻ തന്നെ രാജാവായിട്ട്, ദൈവമായിട്ട് പ്രഖ്യാപനം ചെയ്യും. യെരുശലേം ദേവാലയത്തിൽ തന്നെ ദൈവമായിട്ട് തന്നെ പ്രതിഷ്ഠിക്കും. അവിടെ മ്ലേച്ഛതകളുടെ യാഗങ്ങളെല്ലാം താൻ ചെയ്ത് മന്ദിരത്തെ അശുദ്ധമാക്കും. അതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, when the abomination of desolation stands in the holy place, then those who are in the city flee to the mountain. ഇത് കാണുമ്പോൾ അതാണ് ഈ അന്ത്യക്രിസ്തുവും ചെയ്യാവുന്നത്. അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്തതുപോലെ തന്നെ ഈ അന്ത്യക്രിസ്തുവും ഈ മ്ലേച്ഛതകൾ,
ഈ ദേവാലയത്തിൽ കാണുമ്പോൾ വെക്കുമ്പോൾ അന്ന് നിങ്ങൾ ഓർത്തോണം രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ എങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്? പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകട്ടെ. ഇവിടെ ഒരു വാക്യം ഞാൻ പറയുന്ന ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ഇനിയും അടുത്ത ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഒരു കാര്യമുള്ള ബന്ധത്തിൽ പറയാം. നമ്മൾ ഈ അന്തിക്രിസ്തുവിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു. അന്തിക്രിസ്തു വന്ന് ഇസ്രായേലിനെയൊക്കെയും കീഴ്പ്പെടുത്തുമ്പോൾ അവൻ ചില രാജ്യങ്ങളെ 3 രാജ്യങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതാണ് ഈ 3 രാജ്യങ്ങൾ: അമ്മോൻ, മോവാബ്, ഈഡോം. നമ്മളത് വായിച്ചു കഴിഞ്ഞു. അതിൻ്റെ രഹസ്യം എന്താണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം. ഇത് ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല, എൻ്റെ അഭിപ്രായമാണ്. എന്തിനാണ് ഈ 3 രാജ്യങ്ങൾ അവൻ്റെ കയ്യിൽ ആകാതിരുന്നതിൻ്റെ വിഷയം എന്താണെന്ന് എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വന്നത് ഇങ്ങനെയാണ്. ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണം വലിയ പ്രയാസമായിട്ട് മാറുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്നത്, ഈ മ്ലേച്ഛത ശൂന്യമാക്കുന്ന, മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ കാണുന്നവർ അന്ന് പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമോൻ, മോവാബ്, ഈഡോം എന്ന ഇന്നത്തെ ജോർഡൻ, ഇതിൻ്റെ ഈ തെക്കേ ഭാഗം എന്ന് പറയുന്നത് വലിയ മലകളുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയി അവർ ഓടി രക്ഷപ്പെടുമെന്നാണ്. അതുകൊണ്ടായിരിക്കാം ഈ 3 രാജ്യങ്ങൾ, ഈ ഇന്നത്തെ ജോർഡൻ, ഇസ്രായേലിനെ ഒരു സങ്കേത നഗരമായിട്ട് അന്ന് മാറും എന്ന് ഉള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത്. അത് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചെയ്ത റിസർച്ചിൽ നിന്നും പഠിച്ചതെന്നും ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചതുമായ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാനത് വയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൽ അങ്ങനെ 1260 ദിവസം അവസാനത്തെ ആ ആഴ്ചവട്ട അതിന് 7 വർഷത്തിൻ്റെ അവസാനമായിരിക്കുന്ന 3.5 വർഷമായിരിക്കുന്ന 1260 ദിവസത്തിൻ്റെ അവസാനമാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരും. അന്ത്യക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. എതിർ ക്രിസ്തുവിനെ തോൽപ്പിക്കാനും നശിപ്പിക്കുവാനും ഒക്കെയും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ മിസ് ചെയ്യുന്ന മാത്രം സമയം നോക്കാം. 2 മിനിറ്റേ ഉള്ളൂ. ഇനി അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 12-ാം വാക്യം. 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. 1335. അതിനു മുമ്പ് 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ 1260 ദിവസത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു? അവിടെയാണ് അന്ത്യക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്നത്. 1290 എന്ന് പറയുന്നത് 30 ദിവസം കൂടെ കൂടുതലാണ്. അത് ദൈവവചനത്തിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അടുത്ത 30 ദിവസം എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ ഈ കൊലപാടിന് ശേഷം അടുത്ത 30 ദിവസം ഈ മന്ദിരം വിശുദ്ധീകരിക്കുകയും ചെതറിപ്പോരിക്കുന്നതായ യഹൂദന്മാർ, ഈ അമ്മോൻ, ഈ ജോർഡനിലും അവിടെയൊക്കെ ചെതറിപ്പോരിക്കുന്ന ഇസ്രായേൽ മടങ്ങി വരികയും ചെയ്യുന്ന ഒരു കാലയളവിൻ്റെയാണ് 1290. അടുത്ത 30 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നത്തെ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ 1335 ദിവസം തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 45 ദിവസം കൂടെ കഴിയുമ്പോൾ ആണ് അതുവരെ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ വിചാരിക്കുന്ന, ഇത് ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല, എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആ സമയമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ അന്ത്യക്രിസ്തുവിനെ ഇപ്പം കീഴ്പ്പെടുത്തി ദേവാലയമെല്ലാം ശുദ്ധീകരിച്ചു, ചിതറിപ്പോവാൻ ജനങ്ങളെല്ലാം മടങ്ങി വന്നു. അതിൻ്റെ അവസാനമായിട്ട് തൻ്റെ ഈ ലോകത്തിലുള്ള 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭമാണ് 1335 ദിവസമെന്ന്
ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ശരിയായിരിക്കുന്നതല്ല എൻ്റെ അഭിപ്രായം പറയാം. എന്നാൽ നമുക്ക് ജീവിച്ചിരുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ നമുക്ക് അന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ഇതൊരു പ്രവചന വിഷയമായിട്ട് നമുക്ക് ഇന്ന് രാത്രികാലം മനസ്സിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടി ഇന്ന് രാത്രിയിലെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇസ്രായേലിന് മനോഹരമായ ഒരു ഭാവിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും യഹൂദൻ BC 606 നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ വന്ന് യെരുശലേമിനെ പിടിച്ച് അന്നു മുതൽ 2600 വർഷങ്ങളായി ഇന്നും യഹൂദൻ എന്നും ബോംബും എന്നും കഷ്ടതകളും പ്രയാസങ്ങളുമായിട്ട് പോകുന്നു. എന്നാൽ ഇനിയും വരുന്ന ദിവസങ്ങൾ, ഈ 70-ാം ആഴ്ചവട്ടക്കാലം അവൻ്റെ കഷ്ടത ഇനിയും അധികമായിട്ടും വർദ്ധിക്കുകയാണ്. അതിൻ്റെ അവസാനമായിട്ട് ആ 3.5 വർഷത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു മഹാസൈന്യവുമായിട്ട്, സ്വർഗത്തിലെ സൈന്യവുമായിട്ട് വന്ന് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അവനോട് കൂടിയിരിക്കുന്ന ഭൂലോക രാജാക്കന്മാരെയും നശിപ്പിച്ച് യഹൂദൻ്റെ രാജ്യം സ്ഥാപിക്കും. അന്ന് നിദ്ര പ്രാപിച്ചിരിക്കുന്ന യഹൂദൻ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു അതിനുശേഷം അതെല്ലാം രൂപാന്തരപ്പെടുത്തിയ പ്രദേശങ്ങൾ രൂപാന്തരപ്പെടുത്തുകയും 1000 ആണ്ട് ആഴ്ചവട്ടക്കാലം കർത്താവിൻ്റെ ഈ ലോകത്ത് താൻ രാജാവായിട്ട്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് യെരൂശലേമിൽ അവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കും അതിലൊരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഈ മഹാസൈന്യത്തോട് വരുമ്പോൾ നാമും അവനോടുകൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാനുള്ള അവസരം. ഇസ്രായേലിലെ വിടുതൽ മാത്രമല്ല, നാമും കർത്താവായ യേശു ക്രിസ്തുവിന് കൂടി 1000 ആണ്ട് ഈ ലോകത്തിൽ കർത്താവിനെ എതിരേറ്റ് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കുന്ന ഒരു മഹാഭാവി നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭാവി നമുക്കില്ല എന്ന് ആരും പറയരുത്. വളരെ വിശാലമായ, മനോഹരമായ, സന്തോഷകരമായ ഭാവി നമുക്കും യഹൂദനും ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, നീ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ രീതിയിൽ കർത്താവിന്റെ ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദൈവദാസനെ ദൈവം സഹായിച്ചുവല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും തുടർന്നും നമ്മുടെ ക്ലാസ്സുകൾക്കായി പ്രാർത്ഥിക്കാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. റോമാലേഖനം നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ആരെങ്കിലും ഒരാൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ദൈവമേ, ഇന്നത്തെ ദിവസം കർത്താവേ, ഹല്ലേലൂയ, ഇത്രയും മനോഹരമായി കർത്താവേ ഞങ്ങൾ ക്ലാസ് എടുത്തു തന്ന സാറിന്റെ കരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ കർത്താവ് വിശദമായി കർത്താവെ പഠനം ചെയ്ത് കർത്താവെ ആത്മാവിനായി ഞങ്ങൾക്ക് അറിയിച്ചു തന്നതിനായി കർത്താവെ ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിനായി സാഹചര്യങ്ങൾ ഒരുക്കി തന്ന അഗാപ്പെ ഗോസ്പൽ ക്ലാസ്സിനെയും ബൈബിൾ സെമിനാരിയെയും പാസ്റ്ററിനെയും കർത്താവെ ഹല്ലേലൂയ ഇതിന്റെ നടത്തിപ്പുകാരെല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വർഗീസാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇനിയും കൂടുതൽ കർത്താവെ അങ്ങ് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ട ഞങ്ങൾക്ക് എല്ലാവരും കർത്താവെ ഹല്ലേലൂയ ഇത് കേട്ടതുപോലെ തന്നെ ആ മഹാഭാഗ്യം ലഭിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകളൊക്കെ തിരുനാമത്തിനായി ഏൽപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തരുമാറാകണം നല്ല ദൈവമേ. ആമേൻ. ആശീർവാദം പറഞ്ഞാട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നേ പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇത് സംബന്ധിച്ച എല്ലാവരോടും ഭൂലോകമുള്ള എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും സഹായിക്കട്ടെ.